ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ ശനിദേവൻ തലതൊട്ടനുഗ്രഹിക്കും. ജ്യോതിഷപ്രകാരം ഇപ്പോൾ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഈയൊരു സ്ഥിതി 2027 വരെ തുടരുവാനാണ് സാധ്യത. അതുപോലെ ശനി മീനത്തിൽ നിൽക്കുന്ന ഈയൊരു സമയം ജീവിതത്തിൽ വളരെയധികം ആത്മീയത, കർമ്മഫലം, ഉത്തരവാദിത്തങ്ങൾ, ക്ഷമ, ഭാഗ്യം എന്നിവയ്ക്ക് കൂടുതലായി പ്രാധാന്യം നൽകുന്ന ഒരു കാലമാണ്. അതായത് ശനിയുടെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം നൽകുന്ന സമയമാണ്. പെട്ടെന്നുള്ള ഭാഗ്യത്തേക്കാൾ കൂടുതൽ കഠിനമായ അധ്വാനത്തിനാണ് പ്രാധാന്യം നൽകുന്ന ഈ ഒരു സമയം അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിലും ജോലിയിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനയിലേക്കും മനസ്സ് കൂടുതൽ തിരിയുന്ന ഒരു കാലം കൂടിയാണ്. ഈയൊരു ശനിയുടെ മാറ്റത്താൽ ജ്യോതിഷ പ്രകാരം മിഥുനം, തുലാം, മകരം, കുംഭം രാശിക്കാർക്ക് ശനിയുടെ ഈയൊരു സ്ഥിരമായ സഞ്ചാരം വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തിക സ്ഥിരത, സമൂഹത്തിലെ അംഗീകാരം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ശനി നൽകുന്ന നേട്ടങ്ങൾ വൈകിയാലും പക്ഷേ കിട്ടിയാൽ നിങ്ങൾക്ക് ഇതൊരു ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന വലിയ നേട്ടങ്ങളായി മാറുന്നതാണ്. അതായത് ശനി നമ്മുടെ ജീവിതത്തിൽ അനുകൂല സ്ഥാനത്ത് വരുമ്പോൾ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. അതായത് അപ്രതീക്ഷിത ഭാഗ്യം എന്നതിലുപരി തന്നെ കഠിനമായ അധ്വാനത്തിന് നമ്മൾ അർഹിക്കുന്ന ഫലങ്ങളൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ ഏറെ നാളുകളായി തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞ് മുന്നോട്ടു നീങ്ങുകയും മനസ്സിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ വർഷങ്ങളായി കാത്തിരുന്ന പ്രമോഷൻ, ശമ്പള വർധനവ്, പുതിയ ജോലി അവസരം എന്നിവയെല്ലാം ലഭിക്കുവാൻ ഈ ഒരു കാലഘട്ടം വളരെയധികം ഗുണകരമാണ്. നമ്മുടെ സ്വന്തം കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ ഇതുവരെ അവഗണിക്കപ്പെട്ട ആളുകൾക്ക് പോലും നിങ്ങൾക്ക് നല്ല അംഗീകാരം തരുന്നതാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ രീതിയിൽ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥകളെല്ലാം മാറി സേവിങ്സ് വർദ്ധിക്കുവാൻ തുടങ്ങും. കടബാധകൾ കുറയുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഭൂമി, വീട്, വാഹനം തുടങ്ങിയ സ്വത്തുവകകൾ സ്വന്തമാക്കുവാനുള്ള അവസരം ലഭിക്കും. കുടുംബ ജീവിതത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ കുറയുകയും കുടുംബത്തിൽ ഐക്യവും സമാധാനവും വർദ്ധിക്കും. പ്രത്യേകിച്ചും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ്. വിവാഹം വൈകിയിരുന്ന ആളുകൾക്ക് നല്ല വിവാഹ യോഗം വന്നു ചേരും. അതുപോലെ ആരോഗ്യപരമായി വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. മാനസികമായ സമ്മർദ്ദം കുറയുകയും ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യുന്നതാണ്. നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശനി അനുകൂല സ്ഥിതിയാൽ വൈകിയാലും വന്നു ചേരുന്ന നേട്ടങ്ങളെല്ലാം തന്നെ വളരെയധികം സ്ഥിരതയും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വാഹനയാത്രകൾ വളരെയധികം വേണ്ടിവരും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, സ്ഥലം മാറ്റം എന്നിവ സാധ്യതകളാണ്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ കഴിയും. പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുന്ന സമയമാണ്. പൊതുപ്രവർത്തന വിജയമുണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടുന്നതാണ്. അതുപോലെ വിദേശ യാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുന്നതാണ്.
കുടുംബത്തിൽ വളരെയധികം ശാന്തത പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും രോഗാദി ദുരിതങ്ങളിൽ വലഞ്ഞിരുന്ന ആളുകൾക്ക് മോചനം ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ എല്ലാവിധ തടസ്സങ്ങളെയും മറികടക്കുവാൻ കഴിയുന്നതാണ്. ഭക്ഷണകാര്യത്തിൽ അധിക താല്പര്യം വർദ്ധിക്കുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. അതുപോലെ തന്നെ നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം അനീതിക്കെതിരെ പ്രവർത്തിക്കുവാൻ കഴിയും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. വാഹന ലാഭയോഗമുണ്ട്. ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കുറയുന്ന ഒരു കാലമാണ്. ബന്ധുക്കൾ വഴി കാര്യസാധ്യം, പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം എന്നിവ പ്രതീക്ഷിക്കാം. മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ കയ്യിലെത്തും. വീട് നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. വാക്കുതർക്കങ്ങളിൽ നിങ്ങൾക്ക് പരാജയമുണ്ടാകുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. ധനസമ്പാദനത്തിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുന്ന ഒരു കാലമാണ്. ഇതോടെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുണ്ടായിരുന്ന സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മാറിക്കിട്ടും. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിസന്ധികളെയെല്ലാം തന്നെ അതിജീവിച്ച് മുന്നേറുവാൻ കഴിയുന്നതാണ്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ലഭിക്കും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിറവേറുന്ന കാലമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങളുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് നല്ല ബന്ധം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന ഭാഗ്യമുണ്ട്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്ത ഭജനം നടത്തുക. ശാസ്താവിൻ്റെ അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. അതുപോലെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. വിദേശത്ത് കഴിഞ്ഞിരുന്ന ആളുകൾക്ക് നാട്ടിൽ തിരികെ എത്തുവാൻ സാധിക്കും. ജോലിയുടെ ഭാഗമായ നിങ്ങൾക്ക് നിരവധി യാത്രകൾ നടത്തേണ്ടി വരുന്ന ഒരു കാലമാണ്. നിങ്ങൾ അവസരത്തിന് ഒത്തു പ്രവർത്തിക്കുന്നതിലൂടെ വളരെയധികം ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്. അവിചാരിത ബന്ധുസമാഗമം ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മേലധികാരിയുടെ പ്രീതി ലഭിക്കുന്നതാണ്. സഹോദര സ്ഥാനീയർ മുഖേന വളരെയധികം അനുഭവം ഉണ്ടാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ഉണ്ടാകുകയും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനും കഴിയുന്നതാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തേണ്ടതാണ്. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ ഒരു കാലത്തിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. വിവാഹ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഇരുചക്ര വാഹനം വാങ്ങുവാനുള്ള അവസരം വന്നു ചേരും. വിദേശ യാത്രകൾ കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും. സന്താന ഗുണം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ ലാഭം, ഭൂമി ഇടപാടിൽ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ഭജനം നടത്തുക. നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന ഭാഗ്യമുണ്ട്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ കഴിയും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിങ്ങൾക്ക് ഈയൊരു സമയം പ്രതീക്ഷിക്കാം. രോഗശമനമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. സാമ്പത്തികമായ സ്ഥിതി നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു കാലമാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുവാൻ കഴിയും. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും വന്നു ചേരും. ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യമുണ്ടാകും. നല്ല കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി,
ഉദ്യോഗ കയറ്റം, സാമ്പത്തിക വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രശസ്തിയും നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ കേൾക്കുവാനും കഴിയുന്നതാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ ലഘു മന്ത്രജപത്താൽ ദേവിയെ ഉപാസിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു സമയം സഹോദര സ്ഥാനീയർ മുഖേന ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി സാധിച്ചെടുക്കുവാൻ നിങ്ങൾ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അകന്നിരുന്ന ബന്ധുക്കൾ അടുക്കും. അതുപോലെ ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥലം മാറ്റം എന്നത് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അനുകൂല സാഹചര്യമുണ്ടാകും. ആരോഗ്യപരമായി നിങ്ങളുടെ നില വളരെയധികം തൃപ്തികരമാണ്. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. അതുപോലെ ദൂരയാത്രകൾ കൊണ്ട് വളരെയധികം ഗുണം പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്കും കാലം അനുകൂലമാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ആഡംബര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ഉപഹാരമായി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വർഷത്തിൻ്റെ മധ്യം കഴിഞ്ഞാൽ പ്രവർത്തന രംഗത്ത് വളരെയധികം ഉയർച്ച അനുഭവപ്പെടും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതാണ്. കുടുംബസുഖം, ബന്ധുഗുണം എന്നിവ പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തമ്മിൽ ഒന്നിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരും. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശനി അനുഗ്രഹിക്കുന്ന ഈ ഒരു കാലത്ത് ലഭിക്കുന്ന നേട്ടങ്ങൾ പെട്ടെന്നുള്ളതല്ല. ഒരിക്കൽ നമുക്ക് ലഭിച്ചാൽ അത് ഉറച്ചതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ക്ഷമയും കഠിനമായ അധ്വാനവും സത്യസന്ധതയും കൈവിടാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ശനി നൽകുന്ന വലിയ ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിൽക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.